ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണത്തിന് ഞങ്ങൾക്ക് പല ഫങ്ഷൻസിൽ ഒരൊറ്റ സാരിയും 4-5 ബ്ലൗസും ഉണ്ടെങ്കിൽ എങ്ങനെ വെറൈറ്റി രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ഓരോ ഒക്കേഷനിലും നമുക്ക് ഓരോ രീതിയിൽ മോഡലിൽ നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ബ്ലൗസസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഹൈനെക്ക് മോഡലാണ്, സ്ലീവ്ലെസ് ആണ്, ഇതിന് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. അതേസമയം തന്നെ ഇത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്കിത് പെയർ ചെയ്യാനായിട്ട് കഴിയും. ബാക്കിൽ ബട്ടൺസ് ടൈപ്പാണ് വരുന്നത്, അതേസമയം ബട്ടൺസ് ഫ്രണ്ടിൽ വരുന്ന രീതിക്കും നമുക്കിത് പെയർ ചെയ്യാനായിട്ട് കഴിയും. ഇതേപോലെ ഫ്രണ്ടും ബാക്കും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യം ഇച്ചിരി ഗ്രാൻഡ് ലുക്കാണ്. ദെൻ വരുന്നത് ഒരു സെലിബ്രിറ്റി മോഡൽ ടൈപ്പ് ബ്ലൗസാണ്. ഇതിന് വീനെക്കാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല കഴുത്ത് ഇറങ്ങിയിട്ടാണ്, എന്നാലും നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ദിസ് ഈസ് ഓക്കെ. ദെൻ അതിൻ്റെ ബാക്കിൽ ഹുക്ക് വരുന്നുണ്ട്, അതും ഓക്കെയാണ്. ദെൻ ഇതിൻ്റെ കൂട്ടത്തിൽ സാരി വരുമ്പം ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ. സ്ലീവ് പ്രിൻറ്റഡ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ സാരിയിലും പ്രിൻറ്റഡ് ഉണ്ട്. പ്രിൻറ്റഡ് അല്ലാത്ത സാരി ആണെങ്കിൽ കുറച്ചും കൂടി ഇത് മാച്ചായിട്ട് നമുക്ക് തോന്നും. അടുത്ത മോഡൽ ഇത് മീനക്കാണ്. ജസ്റ്റ് സെലിബ്രിറ്റി മോഡലായിട്ടൊക്കെ വരും. ഇത് നല്ല കഴുത്ത് ഇറങ്ങിയിട്ട് തന്നെയാണ്, എന്നാലും ഇത് നമുക്ക് സാരീൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ വൃത്തികേടായിട്ടൊന്നും തോന്നില്ല. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ജസ്റ്റ് നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും നൈസായിട്ട് നമുക്ക് കറക്റ്റ് ഔട്ട്ഫിറ്റായിട്ടോ കിട്ടുക. ബാക്കിൽ വന്നിട്ട് നെക്കില്ല, ഹൈ നെക്കാണ്. ദെൻ ഇത് ഇടാനായിട്ട് വളരെ കംഫർട്ടാണ്. ദെൻ സാരി ഉടുത്ത് കഴിയുമ്പം നൈസാണ്. അടുത്തത് വരുന്നതാണ് ഈ ഒരു റൗണ്ട് നെക്ക്, അതായത് സ്ലീവ്ലെസ് ആണ്. ഇത് കഴുത്തിന് ചുറ്റും വരുന്ന റൗണ്ട് മോഡൽ നെക്ക്. ഇത് ഞാൻ പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഇത് കഴുത്തിലിട്ട് വരുമ്പോൾ ബാക്ക് ഫുള്ള് ഓപ്പൺ ആയിരിക്കും. ദെൻ സാരിയുടെ കൂടെ വരുമ്പം ഈ ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ബ്ലൗസ് നമുക്ക് ഇങ്ങനെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും, രണ്ട് രീതിക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ സാരി ഈ ഒരു മോഡലിൽ നമ്മൾ പെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നൈസായിരിക്കും. ഫോട്ടോഷൂട്ടിനും കാര്യത്തിനുമൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ബ്ലൗസോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ഹെയർ ഒന്ന് അഴിച്ചിട്ടിട്ടൊന്ന് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട്. കെട്ടിവെച്ച് തന്നെ മതി. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് ഉള്ളത് ഈ ഒരു ടൈപ്പ്. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ബാക്കിയുള്ള ബ്ലൗസൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ, സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബ്ലൗസ് സാരിയുടെ കൂടെ പെയർ ചെയ്യുമ്പം വളരെ കംഫർട്ടാണ് ഇടുമ്പം. കാരണം ഇത് എലാസ്റ്റിക് മോഡൽ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇത് ലൂസാവും. അതുമല്ല, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സാരിയും 4-5 വെറൈറ്റി ടൈപ്പ് ബ്ലൗസും ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു മോഡൽസൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.